പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണ്. ഒരിക്കൽ പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ മുമ്പിൽ ബോണോവില്ലി എന്നൊരു വ്യക്തി വന്ന് പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ല. തൻ്റെ കോവർക്കഴുതയെ 3 ദിവസം പട്ടിണിക്കിട്ടിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ കൊണ്ടുവന്നാൽ അത് ദിവ്യകാരുണ്യത്തെ അവഗണിച്ച് തീറ്റ തേടിപ്പോവും. അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. 3 ദിവസം തീറ്റയും വെള്ളവും കൊടുക്കാതെ ആ കോവർക്കഴുതയെ ആലയിൽ പട്ടിണിക്കിട്ടു. 3-ാം ദിവസം വിശുദ്ധൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. വിശുദ്ധനാകട്ടെ ശാന്തനായി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ഉയർത്തിപ്പിടിച്ചു. കോവർക്കഴുതയെ പ്രലോഭിപ്പിക്കുവാൻ കച്ചയും തീറ്റയും വെള്ളവും കാണിച്ചുകൊണ്ട് ബോണോവില്ലി അതിനെ പേര് ചൊല്ലി വിളിച്ചു. എന്നാൽ ആ കഴുത തീറ്റ അവഗണിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകൾ മടക്കി. അനേകരുടെ മാനസാന്തരത്തിന് ഇത് കാരണമായി. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യം വലിയ അത്ഭുതമാണ്. ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ആദരപൂർവം നമുക്ക് മുട്ടുകൾ മടക്കാം, ശിരസ് നമിക്കാം, കൈകൾ കൂപ്പാം. ഈ സന്ദേശം അനേകരിൽ ദിവ്യകാരുണ്യ ഭക്തി വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.